മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ എവിടെ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദേശീയ രാഷ്ട്രീയത്തിലെ ചൂടേറിയ ചർച്ചാ വിഷയമാണ് ധൻകറിനെ കാണാനില്ല എന്ന വാർത്തകൾ. രാജിക്ക് ശേഷം അദ്ദേഹത്തെ പുറം ലോകം കണ്ടിട്ടില്ല. ജഗ്ദീപ് ധൻകർ എവിടെയെന്ന് ചോദിച്ച് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകി. ഉപരാഷ്ട്രപതിയായിരുന്ന ഒരു വ്യക്തിയെ കാണാനില്ല, എവിടെയെന്ന ചോദ്യത്തിന് മറുപടിയുമില്ല. അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യം ഇന്ത്യൻ ജനാധിപത്യത്തിന് ആശങ്കാജനകമാണ് എന്ന് പറയുന്നു പ്രതിപക്ഷം. ആദ്യം കാണാം RD Extra. ജൂലൈ 21-നായിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നുള്ള ജഗ്ദീപ് ധൻകറിന്റെ അപ്രതീക്ഷിത രാജി. വൈകിട്ട് വരെ സഭ നിയന്ത്രിച്ചയാൾ രാത്രി നാടകീയമായി സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ രാജി പ്രഖ്യാപനം നടത്തി. മുൻകാലങ്ങളിൽ ധൻകർ നടത്തിയതുപോലെ ഇതും ഒരു രാഷ്ട്രീയ സ്റ്റണ്ടായിരിക്കുമെന്നാണ് പലരും കരുതിയത്. അനാരോഗ്യം ചൂണ്ടിക്കാട്ടി പദവി ഒഴിഞ്ഞ ധൻകറിനെ 21-ന് ശേഷം ആരും കണ്ടിട്ടില്ല. യാത്രയെപ്പൊരുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ആലോചിച്ചിരുന്നു. അനുമതിക്ക് മുൻ ഉപരാഷ്ട്രപതിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചവർക്ക് ധൻകർ വിശ്രമത്തിലാണെന്ന പേഴ്സണൽ സെക്രട്ടറിയുടെ മറുപടി ലഭിച്ചത്. ഇതിനിടെയാണ് മുൻ ഉപരാഷ്ട്രപതി വീട്ടുതടങ്കലിലാണെന്ന പ്രചാരണം ശക്തമായത്. ധൻകർ എവിടെയെന്ന ചോദ്യമുയർത്തി ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവും രാജ്യസഭാംഗവുമായ സഞ്ജയ് റാവത്ത് അമിത്ഷായ്ക്ക് കത്ത് നൽകി. സർക്കാർ നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യമാണെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടി വരുമെന്നാണ് സഞ്ജയ് റാവത്തിന്റെ മുന്നറിയിപ്പ്. ധൻകറിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തുവരാത്തതിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് കപിൽ സബലും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. RD Extra ന്യൂസ് മലയാളം. ജൂലൈ 21-ന് സംഭവിച്ചത് നോക്കാം. രാജ്യസഭയുടെ വർഷകാല സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു ജഗ്ദീപ് ധൻകർ. വൈകിട്ട് രാജ്യസഭാ കാര്യോപദേശക സമിതി യോഗം വിളിച്ചു ഉപരാഷ്ട്രപതി. യോഗത്തിൽ JP നഡ്ഡ, കിരൺ റിജിജു എന്നിവർ എത്തിയില്ല. പങ്കെടുത്തത് L മുരുകനാണ്. 21-ന് രാത്രി ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചു. മുൻകൂട്ടി അനുമതിയില്ലാതെ രാഷ്ട്രപതി ഭവനിലെത്തി രാജിക്കത്ത് നൽകി. രാജിവെച്ചത് ഔദ്യോഗിക കാരണങ്ങളാലാണ് എന്നാണ് വിശദീകരണം. ധൻകർ എവിടെ പോയി എന്നതാണ് ഇപ്പോൾ പ്രശ്നം. ജൂലൈ 21-ന് ശേഷം ജഗ്ദീപ് ധൻകർ എവിടെയെന്ന് ആർക്കും വിവരമില്ല. രാജ്യസഭാംഗങ്ങൾ ധൻകറുമായി ബന്ധപ്പെടാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. മുൻ ഉപരാഷ്ട്രപതി വീട്ടുതടങ്കലിലാണോ എന്നാണ് സഞ്ജയ് റാവത്ത് ചോദിച്ചിരിക്കുന്നത്. ധൻകറിനെ കാണാതായതിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകണം എന്നാണ് കപിൽ സിബൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കർഷക സമരത്തിലും ഗുസ്തി താരങ്ങളുടെ സമരത്തിലും സർക്കാരിനെ ധൻകർ വിമർശിച്ചിരുന്നു. കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് കൃഷിമന്ത്രിയോട് ചോദിക്കുകയും ചെയ്തു. കേന്ദ്രവുമായും തെറ്റിയിരുന്നു ജഗ്ദീപ് ധൻകർ. കേന്ദ്ര സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രാജിക്കിടയാക്കി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് പ്രമേയവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി. മുതിർന്ന കേന്ദ്രമന്ത്രിയും ധൻകറും തമ്മിൽ ഫോണിൽ വാഗ്വാദവും തർക്കവും ഉണ്ടായി എന്നും വിവരങ്ങൾ പുറത്തുവന്നു. പ്രതിപക്ഷത്തോട് അടുക്കുന്നു എന്ന തോന്നൽ, സഭയിൽ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ കൂടുതൽ സമയം നൽകൽ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി. ആരാണ് ധൻകർ എന്നതുകൂടി പരിശോധിക്കാം. അദ്ദേഹത്തിന്റെ മുൻചരിത്രം. 1951-ൽ രാജസ്ഥാനിലെ കിതാനയിൽ ജാട്ട് കർഷക കുടുംബത്തിലാണ് ജഗ്ദീപ് ധൻകർ ജനിച്ചത്. നിയമത്തിൽ ബിരുദ പഠനം നടത്തിയതിനു ശേഷം 1979-ൽ ബാർ കൗൺസിൽ അംഗത്വം എടുത്തു. രാജസ്ഥാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഏറെക്കാലം അഭിഭാഷകനായിരുന്നു. ചൗധരി ദേവിലാലിന്റെ സ്വാധീനത്താൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തി. 1989-ൽ ലോക്സഭാംഗമായി. 90-ൽ ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ സഹമന്ത്രിയായി. ജനതാദൾ വിട്ട് കോൺഗ്രസിലെത്തിയ ധൻകർ 1991-ലെ തെരഞ്ഞെടുപ്പിൽ തോറ്റു. 2003-ൽ BJPയിൽ ചേർന്നു. 2019 ജൂലൈയിൽ പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമനം ലഭിച്ചു. 2022 ഓഗസ്റ്റിൽ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. തോൽപ്പിച്ചത് മാർഗരറ്റ് ആൽവയെയാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9-നാണ്. ഫലപ്രഖ്യാപനവും 9-നാണ്. രാജ്യസഭാ ലോക്സഭാ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജ് വോട്ടർമാർ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാതെ NDAയും ഇന്ത്യ സഖ്യവും ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. തവർചന്ദ് ഗെഹ്ലോട്ട്, ആചാര്യ ദേവവ്രത്, ശേഷാദ്രിചാരി എന്നിവരെയാണ് ഇപ്പോൾ NDA പരിഗണിക്കുന്നത് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നു. സനീഷ്, ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു സാഹചര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ പല സ്ഥലത്തുമൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഉന്നതമായ സ്ഥാനങ്ങളിലിരിക്കുന്ന, ഇപ്പോൾ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളെക്കുറിച്ച് കുറച്ചു കാലം വിവരങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നു എന്നൊക്കെയുള്ള അത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ വരുന്നത്. ഇവിടെ ഇന്ത്യയിൽ അത് സംഭവിക്കുന്നത് വളരെ അപൂർവമാണ്. ഒരുപക്ഷെ ആദ്യമാണ് ഈ മട്ടിൽ. ഉപരാഷ്ട്രപതിയായിരുന്നയാൾ അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ഒരു വിവരവുമില്ല. അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന രാജ്യസഭാംഗങ്ങളായിരുന്നവർ, മന്ത്രിമാരായിരുന്നവർ ഒക്കെ അന്വേഷിക്കുമ്പോൾ, രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം വിശ്രമത്തിലാണ് എന്നുള്ള മറുപടി മാത്രം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയിൽ നിന്ന് കിട്ടുന്നു. മറ്റൊരു വിശദീകരണവും കുടുംബാംഗങ്ങൾ നൽകുന്നില്ല, മറ്റൊരു വിശദീകരണവും സർക്കാരും നൽകുന്നില്ല.
ഏറെ വിചിത്രമായ ഒരു അവസ്ഥയല്ലേ? നിശ്ചയമായിട്ടും ഇതിപ്പോൾ ഇതിനകത്ത് എന്താ കൂടുതൽ പറയാനുള്ളതെന്ന് പോലും നമുക്കറിയില്ല. കാരണം നമുക്കിത് എന്താണ് നടക്കുന്നതെന്ന് ഈ കപിൽ സിബലും സഞ്ജയ് റാവുത്തും ഒക്കെ പറഞ്ഞ കാര്യങ്ങളല്ലാതെ നമ്മുടെ മുന്നിലുള്ള വസ്തുത എന്താണെന്ന് വെച്ചാൽ ജൂലൈ 22-ാം തീയതി അദ്ദേഹം രാജിവെച്ചു. അപ്രതീക്ഷിതമായിരുന്നു രാജി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഓഗസ്റ്റ് 11 ഈ ദിവസം വരെ ഹർഷനി പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു അനക്കവുമില്ല. എവിടെയാണ് അദ്ദേഹം എന്നത് സംബന്ധിച്ച് ഒരു ധാരണയുമില്ല. ഈ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ അതിപ്പോൾ ഏത് ഭാഷയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇങ്ങനെയാണ് അവരുടെ ഒരു പതിവ് വർത്തമാനം. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അതായത് ഇന്ത്യയിൽ മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെ ആയിരിക്കണമെന്നില്ല, പല സ്ഥലങ്ങളിലും അങ്ങനെ രണ്ട് തരത്തിലുണ്ട്. പക്ഷേ ഇന്ത്യയിൽ രാഷ്ട്രീയക്കാരുടെ ജീവിതം എന്ന് വെച്ചാൽ ഈ മട്ടിൽ തുറന്ന പുസ്തകമാണ്. അവരുടെ സ്വകാര്യമായിട്ടുള്ള പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം നാട്ടുകാർക്ക് അറിയാമെന്നല്ല, പക്ഷേ അവരെപ്പോഴും പബ്ലിക്കിൻ്റെ കണ്ണിലാണ് അവരുടെ ജീവിതം അവരുള്ളത്. അപ്പോൾ ഉപരാഷ്ട്രപതി എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് ഓഫീസാണ്. ആ ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് ഓഫീസ് 2-3 വർഷം ഹോൾഡ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ആള്, അതും വളരെ മുതിർന്നൊരു രാഷ്ട്രീയ നേതാവ് പെട്ടെന്ന് രാജിവെക്കുന്നു. അതിനു മുമ്പ് നമ്മൾ ഈ ഗോസിപ്പ് കഥകളൊക്കെ അവിടെ കേട്ടു എന്നല്ലാതെ അതൊക്കെ ഈ രാഷ്ട്രീയ വൃത്തവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ച് തള്ളിക്കളയാവുന്ന സാധാരണ കാര്യങ്ങൾ കേട്ടു എന്നല്ലാതെ അദ്ദേഹത്തെ ആ തരത്തിലൊന്നും നമ്മൾ വല്ലാതെ വിചിത്രമായുള്ള കാര്യങ്ങളൊന്നും കേട്ടില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം അങ്ങോട്ട് ഇല്ലാതാവുകയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിരവധിയായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, പ്രതിപക്ഷ പാർട്ടികളിലുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ ബന്ധപ്പെട്ടപ്പോൾ കപിൽ സിബൽ തന്നെ പറയുന്നത് അദ്ദേഹം ഫോണിൽ വിളിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോ മറ്റോ എടുത്തിട്ട് അദ്ദേഹം റെസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നെയും വിളിച്ചു, കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ. അതായത് ഇന്ത്യ പോലൊരു രാജ്യത്ത് അത് രണ്ടുപേർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒന്ന് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്, അദ്ദേഹത്തിന് ആളുകളോട് പറയേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചത്. ഞാനൊരു ഉപരാഷ്ട്രപതിയായിരുന്നു, നിങ്ങളുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്ത ആളാണ് ഞാൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് നാട്ടുകാരോട് പറയാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് പാലിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തേത് സർക്കാരിന് ആ ഉത്തരവാദിത്തമുണ്ട്. ഈ കേന്ദ്ര സർക്കാർ ഇത്രയും പ്രധാനപ്പെട്ട ആൾ എവിടെ പോയി എന്നത് സംബന്ധിച്ച് പ്രതിപക്ഷം ഇങ്ങനെ വാർത്താ സമ്മേളനത്തിലൂടെ പറയുമ്പോഴെങ്കിലും ഇല്ല അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അദ്ദേഹത്തെ ചെറിയ അസുഖമായിട്ട് അദ്ദേഹം റെസ്റ്റ് എടുക്കുകയാണ്, ഒന്ന് കാര്യങ്ങൾ സെറ്റിലായിട്ട് അദ്ദേഹം ആളുകളെ കണ്ട് സംസാരിച്ചോളൂ എന്ന് അവർ പറയേണ്ടതാണ്. ഇതിപ്പോൾ കപിൽ സിബലും സഞ്ജയ് റാവുത്തും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കോടതിയെ സമീപിക്കാൻ പോവുകയാണ് എന്നാണ്, ഹേബിയസ് കോർപ്പസ് കൊടുക്കേണ്ടി വരുന്നതാണ്. അങ്ങനെയൊക്കെ പോകുന്നത് ഭയങ്കര മോശം കാര്യമാണ്. അതായത് ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഇത് ഏത് ഊഹത്തിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയാമല്ലോ, കാരണം മുതിർന്ന വളരെ പ്രായം ചെന്ന ആളാണല്ലോ. അപ്പോൾ ഇതൊരു അസാധാരണമായ സാഹചര്യം. ഹർഷൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇത്ര വലിയ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഇരിക്കുന്ന ആൾ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് രാജിവെക്കുക, അതേ തുടർന്ന് അദ്ദേഹം മിണ്ടാതിരിക്കുക എന്നത് ഏതായാലും നമ്മുടെ ചരിത്രത്തിലൊന്നും അങ്ങനെ വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ നാളെ വന്ന് അദ്ദേഹം സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ സർക്കാർ വല്ല വിശദീകരണം നൽകുമായിരിക്കും. ഇപ്പോൾ സർക്കാരിനോടുള്ള എതിരഭിപ്രായം കൊണ്ട് സർക്കാർ ആകെ വായ മൂടിക്കെട്ടി ഒരുക്കുകയാണ് എന്ന്, ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെയൊക്കെയാണ് ഭരിക്കപ്പെടുന്നത്, പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്കേതായാലും തരമില്ല. ഇത് അദ്ദേഹം ദേഷ്യം പിടിച്ചോണ്ട് ഇരിക്കുന്നതായിരിക്കും എന്ന് കരുതിയിട്ട് സമാധാനിക്കാതെ അങ്ങനെ തന്നെ കരുതുന്നതാണ് നമുക്ക് നല്ലത്. കാരണം അദ്ദേഹം ദേഷ്യം പിടിച്ച് മാറി നിൽക്കുകയായിരിക്കും. പിന്നെ അദ്ദേഹത്തിന് ഈ ഈർഷ്യയും ഈ പിണക്കവും ഒക്കെ ഈ മട്ടിൽ വേണമെങ്കിൽ സർക്കാരിനോടും കാണിക്കാൻ പറ്റും. അതിനൊരു കാരണമുണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെ ഗവർണറെ എടുത്തു നോക്കിയാൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഗവർണർ ഇപ്പോൾ അങ്ങനെ ഈ നിലയ്ക്ക് സർക്കാർ നൽകിയ സ്ഥാനങ്ങളിൽ പെടുന്നതാണല്ലോ ഇവിടുത്തെ ഗവർണറുടെ സ്ഥാനവും. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒരു സമീപനം BJP സർക്കാരിനോടോ സംഘപരിവാറിനോടോ RSS നേതൃത്വത്തോടോ ഒന്നും സ്വീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കില്ല. കാരണം അദ്ദേഹം ആ സിസ്റ്റത്തിനകത്തുനിന്ന് വന്നയാളാണ്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല. ജഗ്ദീപ് ധൻഖറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജാട്ട് പൊളിറ്റിക്സിലൂടെ വന്നയാളാണ്, ദേവിലാലിൻ്റെ അനുയായി ആയിരുന്നയാളാണ്, മുതിർന്ന അഭിഭാഷകനുമാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വേറൊരു ധാരയിൽ വന്നു, ചന്ദ്രശേഖറിൻ്റെ സർക്കാരിൽ സഹമന്ത്രിയാവുന്നു. അപ്പം മറ്റൊരു രാഷ്ട്രീയ ധാരയിലൂടെ വന്നതിന് ശേഷം അദ്ദേഹം ഒരു ഘട്ടത്തിൽ BJPയിലേക്ക് എത്തിപ്പെടുന്നു. സ്വാഭാവികമായും ജനതാദളിലൊക്കെ പലതായി പിളർന്ന ഘട്ടത്തിൽ പലരും പല വഴി പോയതുപോലെ അദ്ദേഹവും BJPയിലേക്ക് എത്തിപ്പെടുകയാണ്. അവിടെ അദ്ദേഹത്തിന് വൈകാതെ അധികം വൈകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇങ്ങനൊരു സ്ഥാനത്തിലേക്ക് എത്തിപ്പെടുന്നു. അദ്ദേഹം ബംഗാൾ ഗവർണർ എന്നുള്ള സ്ഥാനത്തെത്തുന്നു. അവിടെ അദ്ദേഹം നന്നായി പെർഫോം ചെയ്തു, ഏത് സർക്കാരിന് വേണ്ടി. അതായത് നിരന്തരം മമതാ ബാനർജിയുമായി ഏറ്റുമുട്ടുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം വന്നത്. അപ്പോൾ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ട ഗവർണർമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു ജഗ്ദീപ് ധൻഖർ. അതിനുശേഷമാണല്ലോ അദ്ദേഹം ഉപരാഷ്ട്രപതിയാവുന്നത്. പക്ഷേ അതെ, അതുകൊണ്ട് ഉപരാഷ്ട്രപതി പദവിയിലേക്ക് വരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഈ BJP നേതൃത്വത്തോട് എതിർത്ത് നിൽക്കുന്നതിനോ അവരോട് ഈർഷ്യ പ്രകടിപ്പിക്കുന്നതിനോ പ്രതിപക്ഷത്തിന് കൂടുതൽ അവസരം നൽകുന്നതിനോ ഒന്നും ബുദ്ധിമുട്ടുള്ള ആളല്ല.
പ്രത്യയശാസ്ത്രപരമായ ഒരു പ്രതിബന്ധം അദ്ദേഹത്തിന് മുന്നിലില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് അദ്ദേഹം ചിലപ്പോൾ ദേഷ്യം പിടിച്ചതാവാൻ തന്നെ തരമുള്ളൂ എന്നാണ്, പിണങ്ങിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ എന്നാലും അദ്ദേഹത്തിന്റെ കൂട്ടുകാരാണല്ലോ ഈ പറഞ്ഞ സിബലും റാവത്തും ഒക്കെ. അവർ പറയുമ്പോഴെങ്കിലും ഒരു മറുപടി വേണം. അദ്ദേഹത്തിന്റെ വസതിയിലില്ല, അദ്ദേഹം എവിടെയെന്ന് അറിയില്ല. അത് ചിലപ്പോൾ ചുമ്മാ അവർ പറയുന്നതായിരിക്കും, നിങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞൊന്ന് പ്രശ്നമാക്കിയെന്ന് പറഞ്ഞാൽ മതി, രാഷ്ട്രീയക്കാരല്ലേ. നമുക്ക് പറയാൻ പറ്റില്ല. ജഗ്ദീപ് ധൻകർ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പോസ്റ്റും ഇട്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് പൊടുന്നനെ പടിയിറങ്ങിപ്പോയത് അത്ര നല്ല ടൈംസിലല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ആ രാജിക്ക് ശേഷമുള്ള തിരോധാനം പ്രശ്നവൽക്കരിക്കപ്പെടുന്നത്. തിരോധാനം എന്നൊക്കെ വിളിച്ച ആ അസാന്നിധ്യത്തെ ഈ ഘട്ടത്തിൽ വലുതാക്കണോ എന്ന RDXന് സംശയവുമുണ്ട്. അധികാരസ്ഥാനം ഒഴിയുന്നവർ പൊതുവേദിയിൽ നിന്ന് അപ്രത്യക്ഷരാകുന്ന ഉത്തര കൊറിയയിലെ പതിവൊന്നും നമ്മുടെ രാജ്യത്തില്ലല്ലോ. ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളയാളാണ് ജഗ്ദീപ് ധൻകർ എന്ന് നമുക്കറിയാം. ചിലപ്പോൾ വിശ്രമത്തിലാകാം. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം ഉയരുന്ന നിലയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു വിശദീകരണം നൽകേണ്ടതാണ് എന്ന് RDX കരുതുന്നു. കാരണം ജൂലൈ 21 ശേഷം ധൻകർ എവിടെ പോയി എന്നത് ഗൗരവതരമായ ചോദ്യം തന്നെയാണ്. സുതാര്യതയുള്ള ഒരു ജനാധിപത്യത്തിൽ സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും.